നമസ്കാരം. എം.ആർ. അജിത് കുമാറിന് UDF സർക്കാരും രക്ഷാകവചം ഒരുക്കുകയാണോ? ആലപ്പുഴയിലെ ഗൺമാൻ മർദ്ദന കേസ് അന്വേഷിച്ച SIT റിപ്പോർട്ട് കൊടുത്തിട്ടും നടപടിയില്ല. DGP റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി തിരിച്ചയച്ചിരിക്കുകയാണ്. സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് എത്തിയിട്ടില്ലെന്നും നടപടിയെടുക്കാൻ ആർക്കാണ് ഇത്ര ധൃതിയെന്നുമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഈ മാസം 31-ന് നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് ഈ കാലതാമസം എന്ന് ആരോപിക്കുന്നവരുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷം നിരന്തരം നിശിത വിമർശനം ഉന്നയിച്ചിരുന്ന ആളാണ് എം.ആർ. അജിത് കുമാർ. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ VK സനോജ് CPM, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ KG ജ്യോതിർ ഘോഷ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ രാജു പി നായർ, നടപടിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇത്ര തിരക്ക് എന്ന് ചോദിക്കുമ്പോൾ തിരക്കുള്ളവരുണ്ടാവില്ലേ? തല്ലുകൊണ്ടത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് MLA ആയി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള AD തോമസിനും യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനുമായ അജയ് ജുവൽ കുര്യാക്കോസിനുമാണ്. ഏറ്റവും കുറഞ്ഞത് നേരിട്ട് പച്ചമാംസത്തിൽ കൊണ്ടവർക്കെങ്കിലും സ്വന്തം സർക്കാർ വരുമ്പോൾ നടപടി വരുമെന്ന തിടുക്കം, നടപടി എടുക്കുന്ന കാര്യത്തിൽ തിടുക്കം ഉണ്ടായിക്കൂടെ? അല്ല, നിങ്ങൾ ഓരോ വാക്കുകൾ അടർത്തിയെടുത്ത് കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കണം, അത് ശരിയാണോ എന്ന് ചോദിക്കണം. മാധ്യമപ്രവർത്തകരുടെ എന്താ പറയുക, വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരാണ് ഞാൻ ചോദിച്ചത്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGP എടുത്തെത്തിയിട്ടുണ്ട്. അതിനൊരു ഡ്യൂ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് ശേഷം മാത്രമാണ് ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുക. ഡ്യൂ പ്രോസസ്സ് നടത്താതെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ഉദ്യോഗസ്ഥന് തന്നെ ട്രൈബ്യൂണലിലോ കോടതിയിലോ പോയി അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും. അതല്ലല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ സമയമുണ്ടാവും. ആ പ്രോസസ്സിൻ്റെ സമയം കഴിയുമ്പോൾ എന്തായാലും പിണറായി വിജയൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലല്ലല്ലോ ഇപ്പോൾ ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നതും റിപ്പോർട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് നടന്നതും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ മൊഴി തിരുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന SI ഉൾപ്പെടെ മൊഴി കൊടുത്തതിന് ശേഷം പൊട്ടിക്കരതൊക്കെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയ അന്വേഷണത്തിനൊടുവിലല്ലല്ലോ ഇത് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ആ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ ഒന്നാണ് ആ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് വിലയിട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ തലയടിച്ചു പൊളിച്ച സംഭവം ഉണ്ടായത്. അതിനെ തുടർന്നുണ്ട് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് ആ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടത്തി അതിനകത്ത് ആ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് മൊഴി തിരുത്താൻ വേണ്ടി ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് തിരുത്താൻ ഉൾപ്പെടെ വേണ്ടിയിട്ടുള്ള നടപടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങളാരും ഇതിനു മുമ്പ് ഈ സർക്കാർ വന്ന അന്വേഷണം നടത്തി റെയ്ഡ് നടത്തി ആ മൊഴിയെടുക്കുന്നതിന് മുമ്പ് ADGP അജിത് കുമാർ അതിൻ്റെ റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി ഇടപെട്ടിരുന്നു നിങ്ങൾക്ക് ആർക്കും വാർത്ത കിട്ടിയിരുന്നില്ലല്ലോ, നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. അല്ലാതെ ഈ ഗവൺമെന്റ് മനസ്സിലായത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് പുറത്തു കൊണ്ടുവന്നത് ഈ സർക്കാരല്ലേ? അല്ല, അത് പുറത്തു കൊണ്ടുവന്നത് ഈ സർക്കാരല്ലേ? അങ്ങനെ സർക്കാരിനെ ആരെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ അല്ല, അതിൽ ശ്രീ രാജു പി നായർ ഒന്ന് SIT ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വെറുതെ ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണല്ലോ, അതിനൊരു പൊളിറ്റിക്കൽ വിൽ ആവശ്യമുണ്ട്. അതിനുശേഷം ഇപ്പോ അല്ല, ഇപ്പൊ DGPക്ക് കുറെ ADGP അജിത് കുമാർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഓഫീസിൽ. 2 ഗ്രേഡ് SIമാർ എന്തായാലും DYSPയെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്തിക്കില്ലല്ലോ. അല്ല, നോക്കൂ, ആ അഭിലാഷ് നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ADGP അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നത്? വേണമെങ്കിൽ ഈ മർദ്ദനം നടത്തിയ പോലീസുകാർക്കെതിരെ മാത്രം അല്ലെങ്കിൽ പിണറായിയുടെ അംഗരക്ഷകർക്കെതിരെ മാത്രമായിട്ട് കേസ് നിർത്താമായിരുന്നല്ലോ. മറിച്ച് അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ADGPയുടെ ഓഫീസിൽ നിന്ന് തന്നെ രേഖകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവിടെ ഇത് നടത്തി ഈ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതെല്ലാം ADGPയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. സംരക്ഷിച്ചു നിർത്തിയത് 10 വർഷം പിണറായി വിജയനാണ്. നിങ്ങൾ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്റാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ തീരുമാനിക്കുമ്പോൾ നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാരിനെ കൊണ്ട് കഴിയില്ല. സർക്കാരിന് അതിൻ്റെ ഡ്യൂ പ്രോസസ്സ് ഉള്ളത് കഴിഞ്ഞ് അതിൽ നിന്ന് ഫുൾ പ്രൂഫായിട്ട് അദ്ദേഹത്തിന് വീണ്ടും രക്ഷപ്പെടാൻ അവസരമില്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്യും. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് DGP ആവാൻ സ്ഥാനക്കയറ്റം കിട്ടേണ്ട സമയമാണ്. ആ സമയത്തിന് മുമ്പ് ഇതിന് നടപടിയില്ലെങ്കിൽ അദ്ദേഹം DGP ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത്? അതല്ലേ കുറച്ചുകൂടി പക്വതയാർന്ന മാധ്യമ പ്രവർത്തനവും സമീപനവും അതാണല്ലോ. ശരി, ഞാൻ കാത്തിരിക്കാം. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യാം. ശ്രീ VK സനോജ്, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റ ഉടൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ
ഒരു കാര്യം അവരുടെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ KSU പ്രവർത്തകർ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ്. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ മറക്കില്ല, അവരുടെ തലയടിച്ചു പൊട്ടിച്ച കാര്യം മറക്കില്ല, നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യം. അവിടെ ഈ കേസ് അട്ടിമറിക്കാൻ, അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിട നടന്ന പോലീസ് അതിക്രമം അന്വേഷിച്ച അന്വേഷണ സംഘത്തിന്റെ കേസ് അട്ടിമറിക്കാൻ ഉണ്ടായിട്ടുള്ള ശ്രമം ഈ SITയുടെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ടേക്ക് എന്താണ്? ഉടൻ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നാണോ? അല്ല, ഇവര് ഇത്തരം സംഭവങ്ങളെല്ലാം വലിയ രൂപത്തിലുള്ള ഒരു പ്രചരണ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടായി, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ യാത്ര അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരായിട്ടുള്ള സമരം, അത്തരം കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയിട്ടുള്ള ഘട്ടത്തിൽ കേരളത്തിൽ എങ്ങനെയൊക്കെ പോലീസ് പെരുമാറിയിട്ടുണ്ട്. സമാധാനപരമായിട്ട് പ്രതികരിച്ച, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള, സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ എത്ര ക്രൂരമായിട്ട് പോലീസ് വെടിവെച്ച് ആളുകൾ ഉൾപ്പെടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. കൂത്തുപറമ്പ് സംഭവം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ UDFന്റെ കാലത്ത് പോലീസിനെ ഉപയോഗിച്ചിട്ട് വലിയ രൂപത്തിലുള്ള വേട്ടക്ക് നേതൃത്വം കൊടുത്ത അനുഭവം നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് വരുത്തി തീർത്ത് വലിയ രൂപത്തിലുള്ള ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഗവൺമെൻറ് ആദ്യം തന്നെ ഇടപെടൽ നടത്തിയത്. പക്ഷെ അതൊന്നും ഒരു ഘട്ടം വരെ അല്ലാതെ അതൊന്നും അധികം അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ചില സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അഭ്യാസമാണ് എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരുപാട് സംസാരിച്ചു പോയി എന്നുള്ളതാണോ പ്രശ്നം? MR അജിത് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞ വാചകങ്ങൾ ഓരോന്നായി ടെലിവിഷൻ ചാനലുകൾ രാവിലെ മുതലേ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അത് ആളുകൾ കണ്ടു മടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ അത് കൊടുക്കാത്തത്, പ്ലേ ചെയ്യാത്തത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി, അതായത് പിണറായി വിജയന്റെ ദൂതനായി BJPയെ ജയിപ്പിക്കാൻ നടന്ന ആളാണ്, പൂരം കലക്കിയ ആളാണ്, മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ അതിന്റെ നടത്തിപ്പുകാരനാണ്, അല്ലെങ്കിൽ അതിന്റെ കണ്ണിയാണ്, അതിന്റെ മധ്യസ്ഥനാണ്, തുടങ്ങി വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളെ സംരക്ഷിക്കുകയാണോ എന്നൊരു ചർച്ച ഇപ്പോൾ കോൺഗ്രസിനകത്തും പുറത്തും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണോ അല്ലേ എന്നൊക്കെയുള്ളത് നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഓക്കെ, അതിന്റെ അന്തിമമായ നില എന്തെന്ന് അറിയുമ്പോഴേ പറയാൻ കഴിയൂ. എന്നാൽ പോലും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ ചർച്ച ഉണ്ടാവുന്നത് ടൂ മച്ച് സംസാരിച്ചു പോയി എന്നുള്ളതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല, നോക്കൂ, കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു വിഷയത്തെ എടുത്ത് ഉപയോഗിക്കുകയും പൊതുസമൂഹത്തിന് ആ കാര്യത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും അതിനുശേഷം അധികാരത്തിലേറുമ്പോൾ ആ കാര്യത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുകയും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പുണ്ടല്ലോ. അതായത് തങ്ങളുടെ സ്വന്തം ഇലക്ടറേറ്റിനോട് പോലും ഒരു പ്രതിബദ്ധത അവർക്കില്ല എന്നുള്ളതാണ് ഇതിലത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രചരണ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ CPMഉം BJPയും തമ്മിൽ എന്തോ നിലയിലുള്ള ബാന്ധവം ഉണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്, എന്താണ് CJP എന്നൊക്കെയാണല്ലോ അവർ വിളിച്ചിരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിട്ടാണ് ശ്രീ MR അജിത് കുമാറിനെ അവർ പ്രൊജക്ട് ചെയ്തിരുന്നത്. MR അജിത് കുമാർ നല്ല ഉദ്യോഗസ്ഥനാണെന്നോ അദ്ദേഹം മോശം ഉദ്യോഗസ്ഥനാണെന്നോ എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ UDFന്റെ ക്യാമ്പയിൻ എന്തായിരുന്നു? അദ്ദേഹം ദത്താത്രേയ ഹൊസബളയുമായി മീറ്റ് ചെയ്തത്, RSSന്റെ ഉന്നത നേതാവുമായി മീറ്റ് ചെയ്തിട്ടുള്ളത് RSSന്റെ കേരളത്തിലെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ADGPനെ ചുമതലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത് MR അജിത് കുമാറിന്റെ കൂടി ഇടപെടലോടുകൂടി തൃശ്ശൂർ പൂരം കലക്കിയിട്ട് അതിന്റെ ആനുകൂല്യം BJPക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ ബുദ്ധികേന്ദ്രം ഈ ADGP ആയിരുന്നു. അങ്ങനെ ADGP അജിത് കുമാറിനെ ഒരു വലിയ പ്രതിനായകനായി, ഒരു വലിയ വില്ലനായി കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ട ഒരു അധികാര ധാർഷ്ട്യത്തിന്റെ പ്രതീകമായിട്ടൊക്കെ ഇവർ അവതരിപ്പിച്ചിരുന്നു. സ്വാഭാവികമായി ഈ പ്രചരണത്തിൽ വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളോട് ഇവർക്കൊരു സ്വാഭാവികമായിട്ടുള്ള ബാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. BJPയുടെ ദൂതനാണ് എന്ന് പറയുമ്പോൾ CPMഉം BJPയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇലക്ടറേറ്റിന്, ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ അവർക്ക് എതിരാക്കി മാറ്റാമെന്നും തങ്ങൾ
തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നൊക്കെയുള്ള കുറച്ച് കമ്മ്യൂണൽ കൂടി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് വിശ്വസിച്ച ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ പറയുന്ന ആൾക്കെതിരെ, ഈ തിന്മയുടെ ആൾരൂപത്തിനെതിരെ ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ അധികാരത്തിൽ ഏറിയതിനു ശേഷം ആ കാര്യത്തെ തന്നെ പൂർണ്ണമായിട്ട് തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അജിത് കുമാറിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതല്ല ഇതിലത്തെ പ്രശ്നം. ഇവരുടെ പ്രചരണത്തിൽ വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളോടുള്ള ഇവരുടെ പ്രതിബദ്ധത എവിടെ എന്നുള്ളതാണ് ഇതിലത്തെ യഥാർത്ഥ പ്രശ്നം. അതായത് ഈ കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, ഇത്തരത്തിൽ KSUവിന്റെ കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണോ DGP ആവേണ്ടത് എന്നാണ്. അതായത് അദ്ദേഹത്തെ DGP ആക്കാൻ അനുവദിക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആണ് പറയുന്നത്. അല്ലാണ്ട് അജിത് കുമാറിനെതിരെ പഴുതടച്ച ഏതെങ്കിലും കാലത്ത് ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതല്ല, അടിയന്തര നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ശ്രീ VD സതീശൻ തന്നെ ഈ വിഷയം ഉണ്ടായിട്ടുള്ള സമയത്ത് 2025 സെപ്റ്റംബറിലും അതേപോലെ തന്നെ ഡിസംബറിലും എല്ലാം നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നത് പിണറായി വിജയന്റെ വിശ്വസ്തനാണ്, പിണറായി വിജയന് വേണ്ടിയിട്ടാണ് അജിത് കുമാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു കമ്മീഷണറെ കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് കഴിഞ്ഞ ജൂൺ 23 DGPക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു മാസം, 3 ആഴ്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് DGPയുടെ കയ്യിൽ നിന്ന് ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സാങ്കേതികമായിട്ടുള്ള വാദം. എന്തുകൊണ്ടാണ് അത് എത്താത്തത്? അതായത് ഈ പറയുന്ന 31 ഈ DGP അജിത് കുമാറിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടാൻ നിൽക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന്റെ DGP പ്രൊമോഷനെ അത് ബാധിക്കും. അത് ഉണ്ടാവാതിരിക്കാൻ എല്ലാ ഭരണകൂടങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ എന്താ പറയുക, BJPയുമായിട്ടും അല്ലെങ്കിൽ CPM-ഉമായിട്ടും ഇപ്പൊ ഭരണത്തിലുള്ള കോൺഗ്രസുമായിട്ടും ഒക്കെ നല്ല ബന്ധം നിലനിർത്തുന്ന ഒരാളായിരിക്കാം ഇദ്ദേഹം. ഇവർ ഭരണത്തിലേറിയതിനു ശേഷം ഇവരുമായിട്ട് ആ നിലയിലുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും മുന്നോട്ട് പോകാൻ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യത്തിൽ കുറച്ച് നിലപാട് മയപ്പെടുത്താം, അയാളെ അങ്ങനെ അങ്ങോട്ട് ശിക്ഷിക്കേണ്ട ഒരു നിലപാട് ഇവർ സ്വീകരിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇന്നലെ DGP റിപ്പോർട്ട് തിരിച്ച് വീണ്ടും എന്താ പറയുക, വിശദാംശങ്ങൾ ആവശ്യമുണ്ട്, ഇതിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ റിപ്പോർട്ടിന് മുകളിൽ 2 ആഴ്ചത്തോളം സമയം കാത്തിരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന ടൈം പീരീഡ് അവസാനിക്കുന്ന സമയമായപ്പോഴാണ് ഇത് മടക്കി കൊടുക്കുന്നത്. ഇനി രണ്ടാമത് പുനരന്വേഷണം നടത്തി, രണ്ടാമത് ഇതിൽ തിരുത്തലൊക്കെ വരുത്തി ഇത് തിരിച്ചയക്കുന്ന സമയവും അതിന് മേലെ സർക്കാർ നടപടി എടുക്കുന്ന സമയം കഴിയുമ്പോഴേക്കും ഈ പ്രൊസീജിയർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതിൽ എനിക്ക് ആക്ഷേപമില്ല കേട്ടോ. അദ്ദേഹം DGP ആവുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ദത്താത്രേയ ഹൊസബളയെ കണ്ടത് തെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇയാളുടെ ഇടനിലയിൽ അല്ലെങ്കിൽ മധ്യസ്ഥതയിൽ BJPയും CPM-ഉം തമ്മിൽ ഒരു ബാന്ധവും ഉണ്ടായിട്ടില്ല, ഒരു മധ്യസ്ഥം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന KSUവിന്റെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാൻ KSU പ്രവർത്തകർക്കും ഏറ്റവും ചുരുങ്ങിയത് അടി കൊണ്ടിട്ടുള്ള AD തോമസ് MLA-ക്കെങ്കിലും അവകാശമുണ്ട്. എന്നാൽ ഇവരുടെ ഒന്നും വികാരത്തെ ഇപ്പോൾ മാനിക്കുന്നില്ല. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മുൻപ് എന്താണോ പിണറായി വിജയനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം, അതേ ആരോപണം ഇപ്പോൾ സ്വയം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ തക്കതായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൽ ഇരട്ടത്താപ്പാണ്, അതിലെ ആത്മാർത്ഥയില്ലായ്മയാണ് ഇന്നത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. സമാനമാണ് ഈ ഗവൺമെന്റ് ലീഡർമാരുടെ അപ്പോയിന്റ്മെന്റ്. ഗവൺമെന്റ് ലീഡർമാരിലേക്ക് നമുക്ക് വിശദമായി വരാം ഒരിക്കൽ കൂടി അടുത്ത റൗണ്ടിൽ. ശ്രീ KG ജ്യോതിർഗു, ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രി പറയുന്നതിൽ യുക്തിയുണ്ട്. ഡ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ പഴുതടച്ച് ഈ കാര്യം ചെയ്യാനിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നടപടി എടുക്കുമെന്നോ നടപടി എടുക്കില്ലെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അവധാനതയോടുകൂടിയേ സർക്കാരിന് ഈ കാര്യം ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ ഈ വിഷയമില്ല. DGPയുടെ പക്കലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുള്ളത്. DGP സർക്കാരിന് കൈമാറിയിട്ടില്ല. സർക്കാരിന്റെ പക്കൽ എത്തിയാലാണ് സർക്കാർ ആക്ട് ചെയ്യുക. യുക്തിസഹമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 31 നിതിൻ അഗർവാൾ വിരമിക്കുകയാണ്. DGP പട്ടികയിൽ സ്ഥാനക്കയറ്റം, DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാനിരിക്കുകയാണ് MR അജിത് കുമാർ. അതിന് വിഘാതമായി വരാൻ സാധ്യതയുള്ളത്, ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക നടപടി ഉണ്ടായാൽ അവിടെ ആ സാധ്യതയ്ക്ക് ഒരു വിഘാതം ഉണ്ടാവും. അപ്പോൾ DGP പദവിയിലേക്ക് ഉയരട്ടെ, അതിനുശേഷം പിന്നെ പേരിനൊരു നടപടി എന്നതായിരിക്കുമോ സർക്കാർ വിചാരിക്കുന്നത്? സർക്കാരിൻ്റെ വിചാരം നമുക്കിപ്പം ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറവാണ്. ഇന്ന് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ DGPക്ക് ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും. കാരണം DGPക്ക് കിട്ടിയ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഈ ADGPയുടെ വളരെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി, കുറ്റകരമായ ആ നടപടി, അത് ആ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞത്. അവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം ഒരു ADGP കുറിച്ചിട്ട് അതും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGP കുറിച്ചൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തതയില്ലാതെയാണ് ഏതെങ്കിലും റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഇരിക്കാൻ തന്നെ യോഗ്യനല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോഴാണ് ഈ ഷൗക്കത്ത് അലിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ് വ്യക്തത ആവശ്യം, അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് ഈ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ഈ സമയം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണോ എന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും DGPക്ക് ഇദ്ദേഹത്തിൻ്റെ, കാരണം ഇതിനകത്തൊരു 3 നടപടികളാണ്. 1 അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ, 2 ഡിസിപ്ലിനറി ആക്ഷൻ, 3 ലീഗൽ ആൻഡ് ക്രിമിനൽ ആക്ഷൻ. ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ പെൻഡിങ് വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം DGP എന്ന നിലയിൽ ഇന്ന് നമ്മുടെ രവീന്ദ്ര ചന്ദ്രശേഖരനുണ്ട്. അദ്ദേഹം അത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ ദിവസത്തിന് മുമ്പ് ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ. ഇവിടെ നമ്മൾ ഇതുവരെ സംസാരിച്ചതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU പ്രവർത്തകർക്ക് അടിയുണ്ട് എന്നുള്ള വിഷയമുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടത് മറക്കില്ല. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കേരള സമൂഹത്തിന് ഇതിനകത്തുള്ള ഒരു താല്പര്യം എന്താണെന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു വിഷയം അതാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വ്യവസായ വകുപ്പ് നിലവിലുള്ള മുൻ സെക്രട്ടറിയും ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നതനുസരിച്ച് എന്തും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും രക്ഷിക്കാനുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് കേരളത്തിലെ പോലീസ് സേനയ്ക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും കൊടുക്കേണ്ട ഒരു ചരിത്രപരമായ ഒരു വിഷയമാണ് ഈ വിഷയം. കാരണം ഈ SIT അന്വേഷിക്കുന്ന ഈ വിഷയം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ക്രൈം നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഗൺമാൻമാരെ ഇറങ്ങിയിട്ട് ആലപ്പുഴയിൽ അവരെ അടിച്ച് തകർക്കുന്ന, അത് കേരളത്തിൻ്റെ നമ്മുടെ ഒരു മനസാക്ഷിയും ഈ മനുഷ്യനെ ഷോക്ക് ചെയ്യും. അത് നമ്മളെ ഷോക്ക് ചെയ്യുന്നതിനെതിരെ പോലും നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം മറ്റൊരു ക്രൈം നടന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് മാറ്റിയിട്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതാര് നടത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗൺമാൻമാരെ അടിച്ചത് വാസ്തവം പറഞ്ഞാൽ പെരിഫറലായിട്ട് നടക്കുന്ന ഒരു, അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കരുതാം, അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടായെന്ന് വയ്ക്കാം. പക്ഷേ ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഈ ബോധപൂർവം അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ആ റിപ്പോർട്ട് തിരുത്താൻ ബോധപൂർവമായിട്ടും നിർദ്ദേശിക്കുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഒരരുവിയുടെ പ്രഭവ സ്ഥാനത്ത് നിന്ന് വിഷമുണ്ടായി കഴിഞ്ഞാൽ ആ അരുവിയുടെ അവസാനത്തെ തുള്ളി കടലിൽ ചേരുന്ന നിമിഷം വരെ അത് വിഷലിപ്തമായിരിക്കും. മറിച്ച് എവിടെയെങ്കിലും ഒരു പ്രത്യേക ഭാഗത്താണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ അജിത് കുമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിന് മുമ്പിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അജിത് കുമാറിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഗൺമാൻമാരെ രക്ഷപ്പെടുത്തേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്ന ഏത് വൃത്തികേടും ഏത് കുറ്റകരമായ സംഗതികളും ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെയും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതുമാണ് ഇവിടെ അജിത് കുമാറിൻ്റെ ഈ വിഷയം നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഈ കുറ്റം ചെയ്യുന്നതും ഈ ഗൺമാൻമാരടിക്കുന്ന കുറ്റം ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം മറ്റേതൊരു സിസ്റ്റത്തിൻ്റെ തുടക്കത്തിലാണ്, ആ സിസ്റ്റം മുഴുവൻ കറപ്റ്റ് ആവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഏത് വൃത്തികേടുകൾക്കും എന്ത് അധാർമികമായ പ്രക്രിയകൾക്ക് വേണമെങ്കിലും നമുക്ക് ഇറങ്ങി ചെല്ലാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസം ഇതിനകത്തുള്ള ക്രിമിനൽ ടെൻഡൻസിയുള്ള, ഇപ്പം നമ്മളെല്ലാവരും സമ്മതിക്കുന്നുണ്ട് 3% ആൾക്കാർ ക്രിമിനൽ മനോഭാവമുള്ള പോലീസുകാരുണ്ടെന്നുള്ളത്, അവർക്കുള്ള ഒരു പ്രചോദനമായി മാറുകയും ഒരു പോലീസ് സേന എന്നുള്ളൊരു ക്രിമിനൽ സേനയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി 2 കാര്യങ്ങളെന്നറിയാം. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണഘടനയോടും അതല്ലെങ്കിൽ ജനങ്ങളോടുള്ള ധാർമ്മികത അളക്കാൻ പറ്റുന്ന ഏറ്റവും നിർണായകമായ ഒരു ഇൻസിഡൻ്റ് ഇത് മാറും. ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത്, അത് അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികത എന്താണെന്ന് നമുക്ക് വെളിവാക്കാൻ പറ്റും. അതല്ല എങ്കിൽ
ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനെ തടയാതെ അദ്ദേഹത്തിന് DGP ആക്കി വളരെ അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ അജിത് കുമാർ ഏത് തരം ക്രിമിനൽ ആക്ടിവിറ്റിയിലും ഇടപെടാൻ മടിയില്ലാത്ത വ്യക്തിയാണെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള നമ്മളുടെ നേതാക്കന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ മന്ത്രിമാരെക്കുറിച്ചോ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ കാര്യമായ സംഗതികൾ, വിവരങ്ങൾ, രേഖകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നും അത് വെച്ച് നമ്മളുടെ മന്ത്രിമാരെയും ഈ സർക്കാരിനെയും ഈ ഉദ്യോഗസ്ഥൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് പ്രതീക്ഷിച്ചൊന്ന് നോക്കാം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ശ്രീ രാജു പി നായർ, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫയല്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങളുടെ മുമ്പിലില്ല, സർക്കാരിന് മുമ്പിലില്ല, ശരിയാണ്, DGPയുടെ മുമ്പിലാണ്, DGP അത് ക്ലാരിഫിക്കേഷൻ അയച്ചിരുന്നു, ഇതൊക്കെ സാങ്കേതികമായി ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ടൈം ബൈയിങ് ടാക്ടിക്സ് ആണോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ചോദ്യം. അദ്ദേഹം DGP പദത്തിലേക്കുള്ള എലവേഷനുള്ള തടസ്സങ്ങൾ മാറ്റി ആ പദത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് ശേഷം എടുക്കുന്ന നടപടിക്ക്, ആ നടപടിയായിരിക്കും, പക്ഷേ ആ നടപടിയുടെ പ്രഹരശേഷി എന്ത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ രാഷ്ട്രീയമായി കൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ കോടതിയിലോ ഒക്കെ പോയി അദ്ദേഹം വിടുതൽ നേടുന്ന സാഹചര്യം വന്നാലോ എന്നൊക്കെ. അപ്പോഴും സർക്കാരിന് ഞങ്ങൾ നടപടിയെടുത്തു, അതൊരു മോറൽ വിക്ടറി ഉണ്ടല്ലോ, അണികളോടും സമൂഹത്തോടും പൊതുസമൂഹത്തോടൊക്കെ പറയാൻ കഴിയുന്ന മോറലായിട്ടുള്ള പൊസിഷൻ അവിടെ സർക്കാരിനുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ടൈം ബൈയിങ് ടാക്ടിക്സ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളോട്, ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും ഉണ്ടാകാം, അതിൽ അവരോട് എന്ത് പറയാനുണ്ട്? പക്ഷേ ഒന്ന് ഇവിടെ ഞാൻ ആദ്യം മറ്റു രണ്ടുപേർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ഒന്ന്, BJP ഇവിടെ ഇലക്ഷന് മുമ്പ് നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്നാണ്. ദയവേത് BJP ഇത് പറയരുത്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞ ജുംല ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുക, അതൊക്കെ ജുംലയാണെന്ന് പറഞ്ഞ ദേശീയ പ്രസിഡന്റും ഇപ്പം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആളുടെ അനുയായിയാണ് ശങ്കുട്ടി ദാസ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ തിരിഞ്ഞു കൊത്തുമെന്ന് നോക്കി വേണം പറയാൻ. അതുകൊണ്ട് ദയവേത് BJP വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ലംഘിക്കുന്നത്, നമ്മൾക്കിപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നടക്കുന്നവരാണല്ലോ, ദയവേത് BJP അതൊന്നും പറയരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലിൽ അജിത് കുമാർ പങ്കാളിയാവുന്നത് ഞങ്ങൾക്കറിയില്ല. പത്മജ BJP ചെയ്യണമെന്ന് അറിയാതിരുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇവിടെ, ഇല്ലേ? പത്മജ അറിഞ്ഞില്ല BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അറിഞ്ഞില്ല പത്മജ BJP ചേരണത്. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങളുടെ ഫണ്ട് അടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞോ? വെറുതെ എന്തിനാണ് BJP ആവശ്യം? ശങ്കുട്ടിദാസിൻ്റെ എത്ര പൈസ അവിടെ പേരിൽ പറ്റിച്ചിട്ടുണ്ടെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് BJPക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇപ്പോൾ സനോജ് ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യം, ഞാൻ ചോദിക്കട്ടെ, കൂത്തുപറമ്പ് കേസുണ്ടായല്ലോ. കൂത്തുപറമ്പ് കേസ് 94 ഉണ്ടായതിനു ശേഷം 98-ൽ വന്ന ഗവൺമെൻറ് ഈ കൂത്തുപറമ്പ് കേസിൽ കൊലക്കുറ്റം ചാർജ് ചെയ്തില്ലേ? ആർക്കെതിരെയായിരുന്നു? ഇന്ന് DGP ആയിരിക്കുന്ന രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയായിരുന്നു. അവസാനം എന്തു സംഭവിച്ചു? കോടതിയിൽ പോയിട്ട് ഡ്യൂ പ്രോസസ്സ് നടന്നില്ല, അതിന് വേണ്ട പെർമിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ എക്സോണറേറ്റഡ് ആയി. ഞാൻ രവത ചന്ദ്രശേഖർ പ്രതിയാണെന്നോ അതിനകത്ത് കുറ്റകരമായിട്ടുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഡ്യൂ പ്രോസസ്സ് നടപ്പാക്കിയില്ലെങ്കിൽ സനോജിന് പഠിക്കാൻ പറ്റുന്ന ടെസ്റ്റ് കേസാണ് കൂത്തുപറമ്പ്. ഞാൻ അത്രയും മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അഭിലാഷും മറ്റ് അദ്ദേഹം നമ്മുടെ നിരീക്ഷകനും ഒക്കെ പറഞ്ഞ ഇതിൻ്റെ ടൈമിംഗ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അഭിലാഷിന് മുന്നിൽ വെക്കുകയാണ്. ഈ ജൂലൈ 31-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിന് DGP ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ DGP മാറുമ്പോൾ DGP ആയിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്ന് അറിയാത്തതല്ലല്ലോ സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഇയാളെ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ അന്വേഷണം 2 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ച ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? കയറി വരുന്ന മന്ത്രിസഭ ആദ്യത്തെ സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചതും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമെല്ലാം സർക്കാർ എടുത്തിരിക്കുന്ന വളരെ സുചിന്തിതമായ, സർക്കാർ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണവും അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആ ഒരു ആക്രമണത്തെ എത്രമാത്രം വൈകൃതത്തോടു കൂടിയാണ് അന്നത്തെ സർക്കാർ കാണിച്ചതും എന്നുള്ളതിന് എക്സ്പോസ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനം തന്നെയാണ്. 15 ദിവസം ഇനിയും കിടപ്പില്ലേ? നമ്മളിന്നിപ്പോൾ ജൂലൈ 15 അല്ലേ? ഇനിയും 16 ദിവസം കിടപ്പുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന ടൈമിങ്ങിലേക്ക് എത്താൻ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ADGP അജിത് കുമാർ ഈ പർട്ടിക്കുലർ കേസിൽ ഇതിനകത്ത് കുറ്റകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച സർക്കാർ ഒരു സംശയവും വേണ്ട, അതിനനുസരിച്ചുള്ള നടപടിയെടുക്കും. എന്ന് മാത്രമല്ല, അജിത് കുമാർ കേവലം ഇതിനകത്ത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം നടന്ന പിണറായി വിജയൻ്റെ മുഴുവൻ കൊള്ളരുതായിക്കും കൂട്ടുപിടിച്ച ആളാണ്. നിങ്ങൾക്കറിയാലോ,
ഈ ലൈഫ് ഭവന പദ്ധതി കേസും മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷിനെതിരെ നിങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ ആരോപണം ഉന്നയിച്ചല്ലോ. അയാളെ ഡീൽ ചെയ്യാൻ പോയത് ആളാരാ? വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ആരാ ഡീൽ ചെയ്യാൻ പോയത്? ഈ അജിത് കുമാർ അല്ലേ? ഹൊസാബിലെ പോലത്തെ തീവ്രവാദികളെ പോയി കണ്ടത് ഈ അജിത് കുമാർ അല്ലേ? CPM-ഉം BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത് അജിത് കുമാറാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കൊള്ളരുതായികയ്ക്ക് മുഴുവൻ കൊട പിടിച്ചു കൊടുത്തും അതിന് സഹായം ചെയ്തു കൊടുത്ത അജിത് കുമാറിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അല്ലെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടതും ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ആദ്യത്തെ നടപടിയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള നടപടി അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തും. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്, അതിന് സർക്കാരിന് നടപടി എടുക്കാനുള്ള കൊടുക്കുക. ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അത് കോടതിയുടെ ഡയറക്ഷൻസിലുള്ള കേസ് പുനരുജ്ജീവിപ്പിച്ചതും ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ആരും അറിയാതിരുന്ന അജിത് കുമാറിൻ്റെ ഇതിനകത്തുള്ള ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചതും അത് അതിന്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തും. അത്രയേ ഉള്ളൂ. ശരി. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സനോജ് അതിലൊരു മറുപടി പറയാവുന്നതാണ്. ഒന്ന്, ഇപ്പോൾ ശ്രീ രാജു പി നായർ പറയുന്നത് മാത്രമല്ല, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്നുള്ളതാണ്. പിണറായി വിജയൻ തൻ്റെ ഒരു ടൂളാക്കി അല്ലെങ്കിൽ ഒരു ആയുധമാക്കി ഏജന്റാക്കി ഉപയോഗിക്കുന്ന ആൾ എന്ന രാഷ്ട്രീയമായ വിമർശനം നിരവധി നാളുകളായി നിരവധി വിഷയങ്ങളിൽ ഉന്നയിച്ചിരുന്നു. വളരെ രൂക്ഷമായ നിലയിലുള്ള ആരോപണം അക്കാര്യത്തിൽ MR അജിത് കുമാറിന് നേരെ അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ പ്രതിപക്ഷം ഭരണപക്ഷത്ത് വരുമ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ആനുകൂല്യം കാണിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷേ, ഇവിടെ ഈ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി മാത്രമല്ല മറ്റു പല സംഭവങ്ങളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് BJP-യും കോൺഗ്രസും ഡീലാണ് എന്ന വ്യാപകമായിട്ടൊരു പ്രചാരവേല ഇവർ നടത്തിയിട്ടുണ്ട്. അതിൽ MR അജിത് കുമാറിന്റെ ആ RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഉത്തരവാദിത്വവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് CPI-യും പിന്നെ അതിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എല്ലാം ഏറ്റെടുക്കണം എന്നൊക്കെയുള്ള വ്യാപകമായ പ്രചരണമാണ്. അതൊക്കെ കള്ളപ്രചരണമായിരുന്നു. നമുക്ക് ആർക്കും അറിയാത്തത് എല്ലാം കള്ളപ്രചരണമായിരുന്നു. ഇനിയിപ്പം ഭരണം ഇവർക്ക് കിട്ടിയല്ലോ, ഇവർ തെളിയിക്കട്ടെ. ഇവർ എന്ത് തെളിയിക്കുമെന്നായി പറയുന്നത്? ഇതെല്ലാം ഭരണം ഇവരുടെ കയ്യിലുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട് എന്നതുകൊണ്ട് കുറെ അന്വേഷണ ഉത്തരവിടും. നേരത്തെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, ഇവരുടെ അണികളെ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള കുറെ ആരോപണങ്ങൾ, അതിനെല്ലാം പിന്നിലേക്ക് കുറെ അന്വേഷണമായി ബന്ധപ്പെട്ട് പോകും എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ, ഇതിനേക്കാൾ വലിയ കള്ളപ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ അത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും കണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ജനങ്ങളോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അതിപ്പം രാജു പി നായർക്ക് KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ബോധ്യപ്പെടുത്താനും അവരെ തൃപ്തിപ്പെടുത്താനും അവരെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രചരണത്തിന് ഒരു ആക്കം കൂട്ടാനൊക്കെ പല കാര്യങ്ങളും ഇവിടെ പറയേണ്ടി വരും. അതെല്ലാം അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ശരി, നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വന്നു. ശശാങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇവിടെ ഉയർന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാർ അഭിഭാഷകരുടെ നിയമനമാണല്ലോ. ഈ അഭിഭാഷക നിയമനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യമുണ്ട്. ഒന്ന്, അഭിഭാഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് പക്ഷേ കേസുകളുടെ എണ്ണം കൂടി. അതനുസരിച്ച് മുൻകാലങ്ങളിൽ മുൻ സർക്കാരുകളും നമ്പർ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കാലത്ത് നമ്പർ കൂട്ടി. അതിൽ വലിയ ആനക്കാര്യമില്ല എന്ന് പറയുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവരുടെ പാർട്ടിക്കാരല്ലാത്ത ആളുകൾ കൂടി പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള പട്ടികയിൽ ഉള്ളവരാണ് ഈ വിവാദമായിട്ടുള്ള 2 നിയമനങ്ങൾ എന്ന് പറഞ്ഞ ആളുകളും ആ പട്ടികയിലുള്ളവരാണ് എന്ന് വിശദീകരിക്കുന്നു. പിന്നെ സ്വാഭാവികമായും ഇത്തരം നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളാണ്. അത് ആ നിലയ്ക്കുള്ള കാര്യമായി തന്നെയല്ലേ എല്ലാ കാലത്തും സംഭവിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക നിയമനത്തിൽ ശ്രീ ശങ്കുട്ടി ദാസ് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എതിരഭിപ്രായം പറഞ്ഞു. അത് പത്രത്തിലെവിടെയോ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവുന്ന അഭിഭാഷകർക്കിടയിൽ ഉണ്ടാവുന്ന അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും കഥയുള്ള കാര്യമാണോ? നോക്കൂ, ആ വിഷയത്തിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ആദ്യം ശ്രീ രാജു പി നായർ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ, ഞാൻ അധികം സമയം എടുക്കില്ല, അതിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടില്ല, പക്ഷെ വളരെ വേഗത്തിൽ ഉത്തരം പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കൂ, ആദ്യം അദ്ദേഹം പറയുന്നത് ഇവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന സ്ലോഗനായിട്ട് ഉയർത്തിയിരുന്ന വിഷയത്തിൽ പോലും ഭരണത്തിലേറിയതിനു ശേഷം ഇവർക്ക് ആത്മാർത്ഥതയില്ല. ആ കാര്യത്തെ പോലും ഇവർ വാട്ടർ ഡൗൺ ചെയ്യുകയാണെന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത്
എതിരാളികൾക്ക് അത് പറയാനുള്ള അവകാശമില്ല എന്നാണ് ടുക്കോക്കോ ഫാലസി എന്ന് പറയും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നോട് അദ്ദേഹം പറഞ്ഞത് എന്റെ ദേശീയ പ്രസിഡന്റ് ജുംല എന്ന് പറഞ്ഞു, അതുകൊണ്ട് BJP-ക്കാർക്ക് ഇത് പറയാനുള്ള അവകാശമില്ലാത്ത. ഈ വിഷയം വാർത്ത വായിക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ABP ന്യൂസ് ലൈവിൽ അമിത്ഷായുമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ 15 ലക്ഷം അക്കൗണ്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് രജത് കുമാറിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു ശബ്ദമാണ് ജുംല. ജുംല എന്നുള്ള ഹിന്ദി വാക്കിന്റെ അർത്ഥം എ ഫ്രേസ് ഓർ എൻ എക്സ്പ്രഷൻ എന്നാണ്. സാധാരണ നമ്മൾ സാമാന്യ ഭാഷയിൽ അത് ഉദ്ദേശിക്കാതെ ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാതെ വെറുതെ പറയുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നെങ്കിലും അതിന്റെ അർത്ഥം ഒരു ഫ്രേസ്, അതൊരു പ്രയോഗം എന്നുള്ള അർത്ഥത്തിലാണ്. അതേ ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് വിശദീകരിച്ചത് ഇത് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നല്ല, ഈ പണം മടക്കി കൊണ്ടുവന്നാൽ അതിന്റെ തോത് എത്രയുണ്ടെന്ന് വ്യക്തമാക്കാൻ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഓരോരുത്തരുടെ അക്കൗണ്ടിലും 15 ലക്ഷം വീതം തരാനുള്ള അത്രയും ഉണ്ടാവും, അതിന്റെ എക്സ്റ്റെൻഡ് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്, അല്ലാണ്ട് ലിറ്ററലി അല്ല അതിന് ഉദ്ദേശിക്കേണ്ടത്. അതാണ് അദ്ദേഹം എനിക്കെതിരെ എടുത്ത് ഉന്നയിക്കുന്നത്. എന്റെ ചോദ്യം ഇനി ശരി അമിത്ഷാ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ തൊട്ട് എന്താ പറയാ വാഗ്ദാനങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥം വരുന്നുണ്ടോ? BJP-ക്കാരും CPM-കാരും വാഗ്ദാനം പാലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ വാഗ്ദാനം പാലിക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് അതിന്റെ അർത്ഥം. 2 wrongs doesn't make a right എന്ന് പറയും. 2 തെറ്റുകൾ ഒരു ശരിയെ സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ഉന്നയിക്കാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കലാണ് മാന്യത. അതൊന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു എന്റെ പാർട്ടിയിലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്, അതൊക്കെ തീർത്ത് വന്നിട്ട് മതി, എന്റെ പാർട്ടിയിലുള്ള വിവാദങ്ങളൊക്കെ തീർത്ത് വന്നിട്ട് മതി മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ശരി, രാജു പി നായർക്കൊക്കെ ഏതെങ്കിലും ദിവസം ചർച്ചയിൽ ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കോൺഗ്രസിന്റെ UDF-ന്റെ ഉള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ആ കാര്യങ്ങൾക്ക് മുഴുവൻ സമാധാനം പറഞ്ഞാലേ നിങ്ങൾക്ക് പൊതുവിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബഹുമാനീയനായിട്ടുള്ള സുഹൃത്തിന് ഒരു ദിവസവും ചർച്ചയിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നിങ്ങളെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയമായിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യം, ഇവിടെ രജിത് കുമാറിനെതിരെയുള്ള കേസ് അയാൾ ശരിക്കും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പോലീസുകാരെ സംരക്ഷിച്ചു എന്നുള്ളതൊന്നുമല്ല. അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ഗ്രീവൻസ്, അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ആരോപണം അയാൾ CPM-ന്റെയും BJP-യുടെയും മധ്യസ്ഥനായിട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു, BJP-ക്ക് തെരഞ്ഞെടുപ്പ് വിക്ടറി നേടിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്, RSS-മായി ബന്ധമുള്ള ആളാണെന്നൊക്കെ ആയിരുന്നു. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ്. അതിലൊന്നും കേസെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്നൊരു കേസ് എന്നുള്ള രീതിയിലാണ് ഈ മറ്റേ കേസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ സർക്കാർ വന്നതിന് ശേഷം എടുത്തുള്ള ഒരു കേസാണ്. ഈ കേസ് നാളെ കോടതിയിൽ പോയി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഈ പോലീസുകാർ വന്നിട്ട് രജിത് കുമാറിനെതിരെ മൊഴിയൊന്നും തരാൻ പോകുന്നില്ല. ഇതിലെന്താ നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ, ഞങ്ങളൊരു നടപടി എടുത്തു എന്ന് വരുത്താൻ മാത്രമേ ഇതിൽ പരമാവധി സാധിക്കുള്ളൂ എന്നുള്ള നിയമത്തിന്റെ സാമാന്യ വിജ്ഞാനമുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സമയത്തിനും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള സമയത്തിനും ഇടയ്ക്ക് എന്തോ ഒരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂൺ 23 റിപ്പോർട്ട് വന്നപ്പോൾ ഇയാൾക്കെതിരെ നടപടി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ മാത്രമേ വേണ്ടൂ. ശരി, രണ്ടാമത്തെ വിഷയം ഈ പറയുന്ന ഗവൺമെന്റ് ലീഡറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നോക്കൂ, എണ്ണം വർദ്ധിപ്പിച്ച കാര്യത്തിൽ എനിക്ക് യാതൊരു ആക്ഷേപവും. സാമാന്യമായിട്ട് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 37,000-ലധികം കേസുകൾ ഓരോ വർഷം ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് 15-16 ലീഡർമാരെ കൊണ്ട് അത് ഡീൽ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് കാലികമായിട്ടുള്ള ആവശ്യമാണ്. കോടതികളുടെ എണ്ണവും കൂടിയിട്ടുണ്ടല്ലോ. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. ഇവിടുത്തെ തർക്കം എന്താണ്? ഇവിടുത്തെ തർക്കം KSU-നാണ്, ഇവിടുത്തെ തർക്കം യൂത്ത് കോൺഗ്രസിനാണ്, ഇവിടുത്തെ തർക്കം കോൺഗ്രസ്സുകാർക്കാണ്, പൊതുസമൂഹത്തിനല്ല. എനിക്കോ BJP-ക്കോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ അല്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനകാലത്തോ അല്ലെങ്കിൽ പിന്നീടുള്ള കാലത്തോ CPM-ന്റെയോ മറ്റു പാർട്ടിക്കാരുടെയോ സജീവ പ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് ഈ സർക്കാരിന് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള പൊസിഷൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ആരാണ്? നോക്കൂ, ഇത് അലോക്ഷ്യ സേവ്യർ എന്ന് പറയുന്ന KSU-ന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നേതാവും ഈ വിഷയത്തിൽ VD സതീശനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് KSU ആണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിന് അങ്ങനെ ഒരു ആക്ഷേപമേ ഇല്ല എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ലോയേഴ്സ് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് എന്ന് പറഞ്ഞ വാർത്ത വന്നത് ജൂൺ 17 ആയിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. ആ വാർത്ത തെറ്റാണെങ്കിൽ നിയമം അറിയുന്ന ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷകർക്ക് ഈ മാധ്യമങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കാനുള്ള മതിയായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഒരു വക്കീൽ നോട്ടീസെങ്കിലും അവരുടെ പേരിൽ വ്യാജമായിട്ടുള്ള വാർത്ത കൊടുത്തു, ഞങ്ങൾ പറയാത്തൊരു കാര്യം ഞങ്ങളുടെ പേരിൽ ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലീഗൽ നോട്ടീസെങ്കിലും അയക്കാൻ ലോയേഴ്സ് കോൺഗ്രസിലെ വക്കീലന്മാർക്ക് സാധിക്കുമായിരുന്നു. അതിനുപോലും പറ്റാത്തവരായതുകൊണ്ടാണോ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നുള്ള വക്കീലന്മാർക്ക് പകരം CPM-ന്റെയും മറ്റു പാർട്ടിയുടെയും വക്കീലന്മാരെ VD സതീശൻ സർക്കാർ അപ്പോയിന്റ് ചെയ്തത് എനിക്കറിയില്ല. കാരണം ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ സ്വാഭാവികമായിട്ടും വ്യാജ വാർത്തക്കെതിരെ നടപടി ഉണ്ടാവണം. അങ്ങനെ ഒന്നും ഉണ്ടായതായി കാണുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ
നമ്മൾ വിശ്വാസത്തിലെടുക്കുക. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം പറയുന്നതിൽ ഒരു വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം. ഈ പറയുന്ന KSUക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്നല്ലോ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസ് കൊടുക്കുന്ന പട്ടികയുടെ അടിയിൽ ഒപ്പിടലല്ലോ ഞങ്ങളുടെ പണി. നല്ല കേസ് നടത്താൻ സാധിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്യില്ലേ, ശരിയാണ്, പൊതുസമൂഹം അംഗീകരിക്കും. പക്ഷെ അവിടെ ഈ ബൈനറിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് കേസ് നടത്താൻ സാധിക്കുന്ന, രാഷ്ട്രീയമൊന്നും നോക്കാണ്ട് കേസ് നടത്താൻ സാധിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ തന്നെയാണ് നിയമിക്കേണ്ടത്. അങ്ങനെയുള്ള വക്കീലന്മാരും രാഷ്ട്രീയ പ്രവർത്തനമുള്ളവരും ഉണ്ടാവില്ലേ? എന്തിന് രാഷ്ട്രീയ പ്രവർത്തകരെ വേറെ നിർത്തുന്നു, മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ നിർത്തുന്നു? ഈ പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ തന്നെ ഇങ്ങനെയുള്ള വക്കീലന്മാരുണ്ടെന്നിരിക്കെ അവരെ നിയമിക്കാമായിരുന്നിടത്ത് അതല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് തിരുവനന്തപുരം KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താ ഇതിൽ കാര്യം? അത് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. നോക്കൂ, ഞാൻ KSUകാരനല്ല, ഞാൻ ABPയുടെ പ്രവർത്തകനായിരുന്നാണ്. പക്ഷേ ഒരു കോളേജിൽ, കലാലയത്തിൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള KSUക്കാർക്കെങ്കിലും ആ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവിടുത്തെ SFI പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് അറിയുന്ന ആളാണ് ഞാൻ ആ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അവിടെ SFIക്കാരനല്ല എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജീവിതം നരകമാക്കാൻ തക്കതായിട്ടുള്ള ന്യായമാണ്. അതൊരു ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ഓഫ് SFI എന്നുള്ളതാണ് അതിന്റെ ബോർഡിൽ തന്നെ. 14 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ മാറ്റം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിങ്ങൾ ചെന്നാൽ നിങ്ങളൊരു KSUക്കാരനോ ABPക്കാരനോ ASFകാരനാണെങ്കിൽ പോലും നിങ്ങളുടെ 5 വർഷം ദുരിതമാണ്, നരകമാണ്, സഹനമാണ്. അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും നിരന്തരമായി പരിഹസിക്കപ്പെടുകയും നിരന്തരമായിട്ട് അധിക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അത് ചെയ്തിരുന്ന ആളുകൾ, നിങ്ങൾ KSUവിൽ പ്രവർത്തിക്കണമെന്നില്ല, നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു KSUക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ പോലും നിങ്ങൾ നിരന്തരമായിട്ട് മർദ്ദനത്തിന് വിധേയനാവേണ്ടി വരും. ഇതൊക്കെ ചെയ്തിരുന്ന ഈ കൊടിയിൽ മാത്രം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതി വെക്കുകയും എന്നാൽ അക്ഷരാർത്ഥത്തിൽ തങ്ങളല്ലാത്ത മറ്റൊരാൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ആ തങ്ങൾക്ക് സമഗ്രാധിപത്യമുള്ള കലാലയത്തിനുള്ളിൽ എതിർ രാഷ്ട്രീയക്കാരെ മുഴുവൻ കായികമായിട്ട് നിരന്തരമായിട്ട് നേരിടുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഈ സംവിധാനം ഭരണത്തിൽ വരുന്ന സമയത്ത് അവർക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ ഇവരുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾക്ക്, അതേ കാലഘട്ടത്തിൽ ആ കലാലയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് VD സതീശൻ മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം KSUവിനോട് വന്നിട്ടുള്ള ആളാണല്ലോ, അല്ലാണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടൊരു സുപ്രഭാതത്തിൽ അവതരിച്ചിട്ടുള്ള ആളല്ലോ. സ്വാഭാവികമായിട്ടും തങ്ങളൊരു സംവിധാനത്തെ ഭരണത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയും അങ്ങനെ ഒരു സംവിധാനം ഭരണത്തിൽ ഏറുന്ന സമയത്ത് അത്രയും കാലം തങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ പറയുന്ന സംവിധാനത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമാണത്. ആ വിഷമം ഇപ്പൊ ഇന്ന പാർട്ടിയിലോ ഇന്ന സംഘടനയിലോ പ്രവർത്തിക്കണമെന്നില്ല അത് മനസ്സിലാക്കാൻ. അത് എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. VD സതീശൻ അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലായില്ല. ശരി, അതിനൊരു ക്വിക്ക് റെസ്പോൺസ്. അതിനുശേഷം ഞാൻ ജ്യോതിർഘോഷ് സാറിലേക്ക് പോകും. ശ്രീ രാജു പി നായർ, ശരിയല്ലേ, 10 കൊല്ലം തല്ലുകൊണ്ടതും മഴ നനഞ്ഞതും വെയിൽ കൊണ്ടതും സമരം ചെയ്തതും ഒക്കെ KSU പ്രവർത്തകരാണ്. അപ്പൊ അവരെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആ നിലയ്ക്ക് പരിപാലിക്കുക. അതിനുശേഷം ഒരു കാര്യം വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യത്തിന്റെ മെറിറ്റ് എന്തുമാവട്ടെ പരസ്യമായി KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി പറയുന്ന പോലെയല്ല സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ KSUക്കാരും ഈ കഴിഞ്ഞ 10 കൊല്ലം തല്ലുകൊണ്ട, ഈ കഴിഞ്ഞ 10 കൊല്ലം പിടിച്ചു നിന്ന മുഴുവൻ KSUക്കാരും വിഷമിച്ച് കാണില്ലേ? അവരുടെ മനസ്സ് നൊന്ത് കാണില്ലേ? അഭിലാഷേ, ഇതൊക്കെ ഉണ്ടാക്കുന്ന നറേറ്റീവുകളാണ്. നോക്കൂ, ഞാൻ എൻ്റെ അറിവിലായിട്ട് 140-അടുത്താണെന്നാണ്, ചിലപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ഗവൺമെൻറ് പീഡർമാരെയും സീനിയർ ഗവൺമെൻറ് പീഡർമാരെയും എല്ലാവരെയും വെച്ചു. ഇപ്പോൾ അതിനകത്ത് ഒരു തെറ്റ് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ 2 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കറക്റ്റ് ചെയ്തു. മറ്റ് കാര്യങ്ങളിൽ അവിടെ തീരുമാനമെടുത്തു. ഇതിനകത്ത് 2 കേസിലാണ് ഇപ്പോൾ ഈ തർക്കം നടക്കുന്നത്, എനിക്കൊരു പ്രശ്നം പറയുന്നത്. അതിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ള 2 പേരാണ്. അത് ചിലപ്പോൾ കുറേ പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ അഭിലാഷിന് സ്വാധീനം കൂടുതലായിട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമമന്ത്രിത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അഭിലാഷ് പോയിട്ട് രാജുവിനെ ഒന്ന് GP ആക്കണം എന്ന് പറയും. നോക്കുമ്പോൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അഭിലാഷ് കുറേ സമ്മർദ്ദിച്ചപ്പോൾ അയാളെ ചിലപ്പോൾ പെടുത്തും. അല്ലാണ്ട് നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടാവും. അതിൽ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ പറയാൻ സ്പേസ് ഉള്ളൊരു പാർട്ടിയാണ്. സനോജിനെ പോലെയും ഒരുപക്ഷെ അല്ലെങ്കിൽ ശങ്കുട്ടിദാസിനെ പോലെയൊന്നും കക്കൂസിനകത്ത് കയറി മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ പാർട്ടിക്കാർക്കില്ല. അവർക്ക് വളരെ പരസ്യമായിട്ട് അതിൻ്റെ പേരിലൊന്നും ഒരാൾക്കെതിരെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ഇതിനകത്ത് KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധം പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കൂ, ഇതിനൊരു ഒരു നേച്ചറുണ്ട്. അത് അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് 7 വർഷം അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് പ്രാക്ടീസ് ഉള്ളവരുടെ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആണ്. അതിലൊരു യൂണിറ്റ് കമ്മിറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ളത് പറഞ്ഞാൽ അത് ക്ലിയർ ആണ്.
അതങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാത്തിലും കയറിയിട്ട് നമുക്ക് തിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാത്തിലും കയറി നമ്മൾ അഭിപ്രായം പറയും. അത് അഭിപ്രായം പറയേണ്ടവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്താൽ അത് നറേറ്റീവ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കണ്ടില്ലേ? ബ്ലൂംസ്ബർഗുമായിട്ട് നടത്തുന്ന ചർച്ചയിൽ അദ്ദേഹം പറയാണ് 10,000 കോടി രൂപയുടെ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ് കേരളത്തിലേക്ക്. നിങ്ങൾ 40 ദിവസം കൊണ്ട് ഈ സർക്കാരിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയല്ലേ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നിയമനത്തിന്റെ പേരിൽ? 40 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടാറ്റ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നാളെ കൂടെ കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ അതിന് പകരം ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ച് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് കൊണ്ടുവന്നൊരു വിവാദം ഉണ്ടാക്കി. ഇത് പിന്നെ ശങ്കുട്ടിദാസൊക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ ഒറ്റക്കാരിയെ പറഞ്ഞുള്ളൂ. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ഞങ്ങൾ 40 ദിവസമല്ലേ ആയുള്ളൂ. നിങ്ങൾ 10-12 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ? 12 വർഷമായിട്ട് കള്ളപ്പണം കൊണ്ടുവരും എന്ന് പറഞ്ഞു. കള്ളപ്പണം കൊണ്ടുവന്നോ? സ്വിസ് ബാങ്കിൽ നിന്നുള്ള കള്ളപ്പണം കൊണ്ടുവരുമോ? കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ പോട്ടെ, നിങ്ങൾ ഏറ്റവും വലിയ അതിതീവ്ര ദേശീയതയാണല്ലോ. ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായി ശങ്കുട്ടിദാസെ? ഞങ്ങൾ എത്ര പതിറ്റാണ്ടുകൾ കാത്തിരിക്കണം ഈ ദാവൂദ് ഇബ്രാഹിമിനെ ഒന്ന് കൊണ്ടുവരാൻ? അതൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജനം ജഡ്ജ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ ക്രക്സ് ഉള്ള വലിയ മാത്രം നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ വിശ്വാസം തകർന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ തകർന്നു ശരി. ശ്രീ KG ജ്യോതിർഘോഷ്, ഇപ്പോൾ ഈ MR അജിത് കുമാറിന്റെ വിഷയം പറയുമ്പോൾ കുറെ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പലതും രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അത് സ്റ്റാൻഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ആവണം എന്നില്ലതാനും. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ നേതാവിന്റെയോ ഭരണാധികാരിയുടെയോ ഏജന്റ് ആയിരുന്നോ അല്ലയോ ഇതൊന്നും പ്രൂവ് ചെയ്യാനോ മറ്റൊന്നും സാധിക്കില്ല. അതൊക്കെ പൊളിറ്റിക്കലായി ഉന്നയിച്ച ആരോപണങ്ങളാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് സന്നദ്ധമായിരുന്നില്ല. ആ ചെറുപ്പക്കാർക്ക് നിയമവഴി സ്വീകരിക്കേണ്ടി വന്നു. അവിടെ നിശിതമായ നിലപാടെടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ് കോടതി ഇടപെടലിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന വേളയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ആ വിഷയത്തിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനിടെ അവരെ തിരുവനന്തപുരത്തേക്ക് ഈ ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കോടതിയിൽ കൊടുക്കാനുള്ള റഫർ റിപ്പോർട്ട് അവിടുന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഈ DYSP ഒരു ദിവസം മുഴുവൻ അവിടെ നിർത്തി കേസ് ഡയറി തിരുത്തി. എന്നിട്ട് ആ കേസ് ഡയറിയിൽ ദൃശ്യമില്ല, ഇങ്ങനൊരു മർദ്ദനം നടന്നിട്ടില്ല. നമ്മളൊക്കെ കണ്ണുകൊണ്ട്, മുഴുവൻ കേരളീയരും കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള വടി ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനം നടന്നിട്ടില്ല, അതിന് ദൃശ്യമില്ല എന്നൊക്കെ കേസ് ഡയറിയിൽ എഴുതി ഒരു റഫർ റിപ്പോർട്ടും കോടതിയിൽ കൊടുത്ത സംഭവമാണ്. നമ്മളൊക്കെ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, ഈ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു പൗരന് ഒരു അനീതി നേരിട്ടാൽ ഈ നിലയ്ക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കേവലം കോൺഗ്രസ്സുകാരുടെ വിഷയമോ UDFകാരുടെ വിഷയമോ അല്ല, പൊതുസമൂഹത്തിന്റെ ആകെ വിഷയമാണ് താനും. ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിശ്ചിതമായി അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരല്ലാത്ത ജനങ്ങളും ജഡ്ജ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അതാണ് അഭിലാഷ ഞാൻ പറയാം. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാധ്യമത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് 2 വിഷയങ്ങളാണ്. അതായത് ഈ വിഷയത്തിൽ ഈ സർക്കാർ എടുക്കുന്ന നിലപാട് ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കെതിരെ അദ്ദേഹത്തിൻ്റെ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ക്രൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൈമാണ്. ഏറ്റവും വലിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മറ്റേ ഗൺമാനൊക്കെ ചെയ്തത് വളരെ ചെറിയ ഒരു ക്രൈം എന്ന് നമുക്ക് പറയാം. സ്റ്റേറ്റിൻ്റെ ഒരു ഭീകരത, സ്റ്റേറ്റിൻ്റെ ടെററിസം നമ്മളെ കണ്ടു, നമ്മൾ ഷോക്ക്ഡായി എന്നൊക്കെ പറയാം. പക്ഷേ ഈ അജിത് കുമാർ ചെയ്തിരിക്കുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റി, ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷന് കേന്ദ്രത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ടോ, ഇദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് ലീഗലും ക്രിമിനലുമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പോകുന്നത്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമോ, പ്രോസിക്യൂട്ട് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് തക്കതായ ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറും. ഈ ഗവൺമെൻറ്റിൻ്റെ ആർജവത്തെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമായിട്ട് അതിൻ്റെ ഒരു ഉരകല്ലായിട്ട് ഈ സംഗതി മാറുമെന്നുള്ള അതും അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കരുതാവുന്ന വ്യക്തമായ സംഗതി ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർക്ക് വളരെ അനായാസം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്നു. ഈ MR അജിത് കുമാർ ഈ സർക്കാരിനെയും ആ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് ഓരോ മലയാളിക്കും എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് ഇതിനകത്തുള്ളൊരു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കിതിനകത്ത് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു നടപടി വേണ്ട, ഡ്യൂ കോഴ്സ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പക്ഷേ ഇതിനകത്തുള്ള ഒരു വ്യക്തമായ സംഗതി, ഈ ഒരു വിഷയത്തിൽ ഈ ഗവൺമെൻറ്റിനെ നമുക്ക് ഓരോ മലയാളിക്കും അളക്കാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം ഇത് വളരെ വ്യക്തമാണ്. നമ്മുടെ മുമ്പിൽ നടന്ന കാര്യം, ഈ പൊളിറ്റിക്കൽ പേട്രണേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗൺമാന്മാർ ഇറങ്ങി അവിടെ അങ്ങനെ അടിക്കില്ല. നമ്മൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ സീനിൽ
അവിടെ ലാത്തിയായിട്ട് നിൽക്കുന്ന യൂണിഫോമിലുള്ള പോലീസുകാർ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പോലും മനസാക്ഷി ഭയങ്കരമായിട്ട് ഒരു വിറകൊള്ളുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. അവരുടെ ഭാഗത്ത് പോലും, അവരുടെ മുഖത്ത് പോലും ഈ യുവാക്കളെ നോക്കിയിട്ട് ദയനീയമായ ഒരു ഭാവം വരുന്ന കാണാം. അത് അവിടെയാണ് ആ സ്റ്റേറ്റിൻ്റെ ടെററിസമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കാണിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയെ ന്യായീകരിക്കാനും ആ അവസ്ഥയ്ക്ക് അത് അങ്ങനെ ഒരു സംഗതി നമ്മളുടെ കൺമുന്നിൽ തന്നെ കണ്ട നമ്മളുടെ സംഗതി ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ, ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള DGP അത് ബോധപൂർവം താഴെയുള്ള ഓഫീസർമാരെ വിളിച്ചു വരി തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാൽ അതിനേക്കാൾ വലിയൊരു കുറ്റകൃത്യം വേറെയില്ല. അപ്പോൾ ആ കുറ്റകൃത്യം കാണിച്ച ഓഫീസറെ ഇനിയും നമുക്ക് ഇതുപോലുള്ള ഓഫീസർമാർക്ക് ഉള്ള ഒരു ഉദാഹരണമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ ഗവൺമെൻറ് അത് എടുത്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം അതല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ധാരാളം ഉണ്ടാവും. അവരും ഇതുപോലെ ഇരുന്നിട്ട് ഭരണകക്ഷി ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികൾ നടത്തിയിട്ടോ ഒക്കെ ഇതുപോലുള്ള പ്രക്രിയകൾ ഏർപ്പെടും. മാത്രമല്ല നമ്മുടെ കേരളത്തിലൊരു പൊതു സ്വഭാവമുണ്ട്. ഹയറപ്സിൽ നടക്കുന്ന കറപ്ഷൻസ് ഒരിക്കലും അന്വേഷിക്കപ്പെടുന്നില്ല, പിടിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ട ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KM എബ്രഹാമിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. അത് ഉത്തരവിട്ടത് വിജിലൻസ് അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജേക്കബ് തോമസാണ്. ജേക്കബ് തോമസിനെതിരെ അദ്ദേഹത്തിനെതിരെ ഈ ഡോക്ടർ KM എബ്രഹാം ഒരു കേസെടുത്തു. പോർട്ട് ഡയറക്ടറായിട്ടിരുന്നപ്പോൾ നടത്തിയ അഴിമതി. ഇതിലേതാണ് ശരി? നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് റെയ്ഡ് നടത്തുന്നു. അതിന് വിജിലൻസ് ഡയറക്ടറുടെ മേലിൽ ഈ പറഞ്ഞതുപോലെ അഴിമതി നടത്തുന്ന കേസ് നടന്നു. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിൽ രണ്ടുപേരും ശരിയാണോ അതോ രണ്ടുപേരും തെറ്റാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വാസ്തവത്തിൽ നമ്മുടെ കേരളീയ സമൂഹം അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ നടക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു അനുവാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് അത് അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നടപടിയിൽ VD സതീശൻ സർക്കാർ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതാണ്. ഒന്നുകിൽ ആ പറയുന്ന വാക്കുകളുള്ള ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഏതോ സംഗതിയിൽ ഈ MR അജിത് കുമാർ ഈ സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ശ്രീ സനോജ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നോക്കൂ, ഇതൊന്നും പ്രതിപക്ഷം കൊണ്ടുവരുന്ന വിഷയങ്ങളല്ല. പൊതുസമൂഹത്തിൽ നിന്നുണ്ടായി വരുന്ന പലപ്പോഴും ആഭ്യന്തരമായ മുന്നണിക്കകത്ത് ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ഇതിപ്പോൾ ഏത് വിഷയം എടുക്കും? ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലീഡർമാരുടെ നിയമനമാവട്ടെ, MR അജിത് കുമാറിന്റെ വിഷയമാവട്ടെ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നടക്കുന്ന ചർച്ചകളാവട്ടെ, കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടായിട്ടുള്ള കോടതിയുടെ അതിനിശ്ചിതമായ വിമർശനം സർക്കാർ കേട്ട സന്ദർഭമാവട്ടെ, ഇതിലൊന്നും പ്രതിപക്ഷത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല. അത് ഏത് തരം രാഷ്ട്രീയ സാഹചര്യമാണ്? അല്ല, പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നിപ്പോ കഴിഞ്ഞ നിയമമന്ത്രി ആയിട്ടുള്ള P രാജീവ് പത്രസമ്മേളനം നടത്തിയിട്ട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് P രാജീവ് ഉന്നയിച്ച ചോദ്യം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞത്, ഞാൻ ഈ സ്പെഷ്യൽ പ്ലീഡർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് അനുസരിച്ചാണെന്നാണ്. ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചിട്ടാണോ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനൊരു നിയമനം നടത്തേണ്ടത്? യഥാർത്ഥത്തിൽ അങ്ങനെ നിയമനം നടത്തണമെങ്കിൽ GP നേരത്തെ ലിസ്റ്റ് കൊടുക്കും. അത് സ്വാഭാവികമായിട്ടും നിരവധി പ്രൊസീജിയറുണ്ട്. അത് നിയമവകുപ്പ് കാണണം, അത് ധനവകുപ്പിലേക്ക് പോകണം, അതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് നോട്ട് ഉണ്ടാവണം, ക്യാബിനറ്റ് അറിയണം. ഇതൊന്നും അറിയാതെ ഒരു ഔട്ട് ഓഫ് അജണ്ടയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് എന്ത് താല്പര്യത്തിന്റെ ഭാഗമാണെന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി ഉന്നയിച്ചത് പ്രതിപക്ഷമാണ്. ഇന്ന് P രാജീവാണ് ആ കാര്യം ഉന്നയിച്ചത്. അതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞ് പോവേണ്ടതില്ലേ? ഇപ്പൊ ഇവർ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കാലത്തും അല്ല, നേരത്തെ ഉള്ള LDF ഗവൺമെന്റിന്റെ കാലത്തും ഒരുപാട് ആളുകൾ നിയമിച്ചിട്ടുണ്ടെന്നാണ്. നേരത്തെ LDFന്റെ കാലത്ത് നിയമിച്ചെന്ന് പറയുമ്പോൾ നിരവധി തവണ ആവശ്യപ്പെട്ടു. കാരണം ജഡ്ജിമാരുടെ എണ്ണം കൂടി, ഫുൾ ടൈം ജഡ്ജിമാരുടെ എണ്ണം കൂടി. അങ്ങനെ 18 നിന്ന് 40 ആയ ഘട്ടത്തിലാണ് 2018 മുതൽ നിരവധി തവണ ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്പെഷ്യൽ പ്ലീഡർമാരെ നിയമിച്ചു കൊടുക്കുകയല്ല ഗവൺമെന്റ് ചെയ്തത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സ്പെഷ്യൽ പ്ലീഡറെ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വ്യവസായ വകുപ്പിൽ എൻ്റെ കേസ് പരിശോധിച്ചു. വ്യവസായ വകുപ്പിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ കേസ് താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരാളെ അങ്ങോട്ട് കൊടുത്ത് ആ കാര്യങ്ങൾ പരിഹരിച്ച അനുഭവമാണുള്ളത്. പക്ഷെ ഇവിടെ VD സതീശൻ ഗവൺമെന്റ് ഈ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ വലിയ ദൂർത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള ചില നിയമനങ്ങളെ ചൂണ്ടിക്കാണിച്ചെല്ലാം വലിയ പ്രതീതി ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ LDFന്റെ ഗവൺമെന്റ് ഒരു ദൂർത്ത് ഗവൺമെന്റാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയല്ലോ.
ആ പ്രതീതി ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ വന്ന ആളുകൾ ഒരു തരത്തിലുള്ള പ്രൊസീജിയറും പാലിക്കാതെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത ആളുകളെല്ലാം ഞാൻ നിയമിച്ചിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ വന്ന് പറയുകയാണ്. ഇതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും? ഇത് ഒരു ഭാഗത്ത്. മറ്റെന്താണ് വി.ഡി. സതീശൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ നോക്ക്. ഇപ്പം വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഒരു പച്ച കള്ളം പറഞ്ഞു. വി.ഡി. സതീശന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭംഗിയായി പച്ച നുണ പത്രസമ്മേളനത്തിൽ വന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനി പത്രത്തിലാണ് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇപ്പൊ ദേശാഭിമാനി പത്രത്തിലല്ലെന്നും അതിന് മുന്നേ വേറെ പത്രത്തിൽ വന്നിട്ടുണ്ട് എന്നും ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വി.ഡി. സതീശൻ ഒന്നും ഉത്തരം പറയുന്നില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നുണയായിട്ട് താർക്കിക യുക്തിയിൽ കുറെ കാര്യങ്ങൾ വന്ന് അവതരിപ്പിച്ച് പോകുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. ഈ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ KSUവിന് പോലും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്, KSUവിന്റെ ജില്ലാ പ്രസിഡന്റുമാർക്ക് ഉൾപ്പെടെ അദ്ദേഹത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരികയാണ്. പിന്നെ ഡീലിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇടതുപക്ഷത്തിന്റെ ആളുകൾ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കണ്ടപ്പോ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ ഉന്നയിച്ച കാര്യമുണ്ട്. അപ്പൊ പറയും ഡീൽ. ഈ രാജു പി നായരെപ്പോലുള്ള ആളുകളെല്ലാം ഡീലും അതുമായി ബന്ധപ്പെട്ട കഥകളും ഉണ്ടാക്കിയിട്ട് മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം സംഘടിപ്പിക്കും. ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? ഞങ്ങള് ഏതെങ്കിലും ഒരു VHP നേതാവോ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവ് മുഖ്യമന്ത്രി കാണുന്നതും ഞങ്ങളെതിരല്ല. പക്ഷേ ഇവർ അതിന് മറുപടി പറയേണ്ടതില്ലേ? ഇന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി ചോദിച്ചല്ലോ, നിങ്ങൾ നേരത്തെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ UDF നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾക്ക് ഒരു മറുപടിയുമില്ല. അപ്പൊ ഇതെല്ലാം പൊതുസമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞു വാക്കാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന വാക്കിനും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന് ഈ സമീപ 40 ദിവസത്തെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കല്ലേ. KV പ്രദീപ് ആരായിരുന്നു? KV പ്രദീപ് അമ്പലക്കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ബാധിച്ച ഒരാളെ പിടിച്ചിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയിട്ട് സ്പെഷ്യൽ പീരീഡാക്കിയിട്ട് കൊണ്ടുവന്നല്ലോ. വലിയ വിവാദം ഉണ്ടായല്ലോ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും യൂട്ടേൺ അടിക്കേണ്ടി വരികയാണ്. അപ്പൊ വി.ഡി. സതീശൻ വലിയ നിലയിൽ സംവാദം നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നു, വലിയ പുസ്തകം വായിക്കുന്ന ആണെന്ന് പറയുന്നു. പക്ഷെ മാധ്യമപ്രവർത്തകർ നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പലവിധത്തിൽ ആക്രോശവുമായിട്ട് അവരുടെ മേലെ ചാടി വീഴുന്ന ഒരാളായിട്ട് മാറുന്നു. അപ്പൊ വി.ഡി. സതീശൻ മറുപടി പറയണം. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പ്രകാരം എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പദവിയിലേക്ക് ആളുകളെ നിയമിക്കുക? ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ അവതരിപ്പിക്കുക? അത് ശരിയാണോ? അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? പ്രതിപക്ഷമല്ലേ ഇവിടെ ഉന്നയിച്ചത്? അതിന് മറുപടി പറയാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ്. ശരി, ഓക്കെ. അതാണ് CPM-ന്റെ LDF-ന്റെ നിലപാട്. എനിക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വേണം. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ശ്രീ രാജു പി നായർ, മുൻകാലങ്ങളിലും മുൻ സർക്കാരും MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണം നമ്മളിതാ ഇപ്പോൾ കാണുന്ന ആ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകങ്ങൾ എന്താ? മുഖ്യമന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ടിന് മുകളിൽ ഇരിക്കുകയാണ്, അടയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കസേരയുടെ താഴെ അതിന്റെ ക്യുഷനിൽ വെച്ചിരിക്കുകയാണ്, കസേരയുടെ അടിയിൽ വെച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് നല്ല വോക്കലായിട്ടുള്ള നേതാക്കളുണ്ടെങ്കിൽ അവർക്കും പറയാം, നിങ്ങൾ ഭരിച്ച് നിങ്ങൾക്ക് ഇതാ റിപ്പോർട്ട് കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് കസേരയുടെ അടിയിൽ വെച്ചിരിക്കുന്നത് എന്ന്. ഈ ഇടതുപക്ഷം എന്നല്ല LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നുണ്ടെങ്കിൽ പോലും ഇടത് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് LDF എന്നാക്കാം. ആ LDF-ന് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ നോക്കൂ, ഒന്നും പറയാനില്ലാത്ത സമയത്ത് ഈ ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ പ്രശ്നം. എന്നിട്ട് സ്വയം പോയി കുഴിയിൽ ചാടി. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് വളരെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. എല്ലാം ചെയ്തത് മറച്ചു വെച്ചുകൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ അഡീഷണൽ PS ആയിരുന്ന ആൾ എഴുതിയ ലേഖനം കണ്ടല്ലോ, തൃപ്തിയായല്ലോ. ഇപ്പോൾ അതോടെ ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയും ഒരക്ഷരവും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയും. വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു, അത് അടിമുടി പൊട്ടി. EP ജയരാജൻ മുതൽ ശ്രീമതി ടീച്ചർ മുതൽ ശൈലജ ടീച്ചർ മുതൽ മുഴുവൻ ഇവരെ പ്രതിസന്ധിയിലാക്കി. ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഈ പരാജയം ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതത്തിൽ നിന്ന് ഇവർക്ക് പുറത്തെടുക്കണം. ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയനെയും ഗോവിന്ദനെയും നേരെ പിടിച്ച് എയറിൽ നിർത്തും. ആ അവസ്ഥയിൽ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എപ്പോഴാണ് ഈ സർക്കാരിനെതിരെ 10 ദിവസം 15 ദിവസം പോലും പ്രായമാവാതിരുന്ന സമയത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങളുമായിട്ട് വന്നത് എപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിണറായി വിജയനെയും ഗോവിന്ദനെയും പരസ്യ വിചാരണ ഈ പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് ആദ്യം വീണ് കിട്ടിയ കച്ചിത്തുരുമ്പാണ് ED റെയ്ഡ്. അവിടെ നിന്ന് അങ്ങ് പിന്നെ തുടങ്ങിയിട്ട് ആ ചർച്ചകൾ മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വൃഥാശ്രമത്തിൻ്റെ ഭാഗമാണ്.
എന്തെങ്കിലും കഴമ്പുള്ള ആരോപണം ഇവർക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ മുഴുവൻ ഇവർ തന്നെ കുടുങ്ങിപ്പോകുന്നു. രണ്ടാമത്തത് ഫ്ലോർ മാനേജ്മെന്റ് പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ സഭയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ നടത്തേണ്ട പ്രതികരണത്തിന് അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. പെട്ടെന്ന് നമ്മൾ പണ്ടൊക്കെ ഏതോ സിനിമയിൽ കണ്ട പോലെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. ഉപനേതാവാണോ എന്താണെന്ന് അറിയില്ല, തൊട്ടടുത്തിരുന്ന ആൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, ശകാരിക്കുകയാണ്. ഈ അവസ്ഥയിലേക്ക് ഫ്ലോർ മാനേജ്മെന്റ് പോലും നടത്താൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയിലേക്ക് LDF എത്തിപ്പെട്ടപ്പോൾ അവര് അതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ചോദ്യവും ഞാൻ പറയട്ടെ അഭിലാഷിന്റെയും സനോജിന്റെയും ഒക്കെ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ടൈം മെഷീൻ കയറി 40 മാസമല്ല 40 ദിവസമല്ല 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നോക്കുകയാണ്, നിങ്ങൾ ഒരു സർക്കാരിന്റെ നടപടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഇതിനെ സംബന്ധിച്ച് 40 ദിവസം കഴിഞ്ഞാൽ ചർച്ചകൾക്കുള്ള ബോധ്യം വേണം. 4 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നതെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അതല്ലാതെ ഈ അനാവശ്യമായ ചർച്ചകൾ സമൂഹത്തിന് ഗുണമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് വളരെ ഞങ്ങൾ ചർച്ച വിട്, ഞങ്ങളുടെ ഭാഗത്ത് ഉയർന്ന ചർച്ച വിട്. നിങ്ങൾ KSUവിന്റെ അലോഷ്യസ് പറഞ്ഞ കാര്യത്തിന് മറുപടി ഉണ്ടോ? നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തെ കുറിച്ച് നിങ്ങളുടെ KPCC സെക്രട്ടറി പറയാൻ പറ്റൂന്നേ. നമ്മുടെ സമയം അവസാനിച്ചു. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.